സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ ഹരിമുരളിയെ പയ്യന്നൂരിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത വരുന്നു. മൃതദേഹം പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങി 50ഓളം സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് സംഭവിച്ചത് ഹരിമുരളിക്ക്? ഡോക്ടർ ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ ഹരിമുരളിയെ അദ്ദേഹത്തിന്റെ പയ്യന്നൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ബെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ 7 മണിയായിട്ടും അദ്ദേഹം എഴുന്നേറ്റ് വരാത്തത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ അന്വേഷിച്ച സമയത്താണ് ഈ പറയുന്ന ശരീരത്തിൽ ചലനമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പയ്യന്നൂരിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ എന്തായാലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. നമുക്ക് അറിയാവുന്നതാണ്, ഒരുപാട് സിനിമകളിൽ ബാലതാരമായി തിളങ്ങിയിട്ടുള്ളതാണ്. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ബാലതാരമായി തിളങ്ങിയിട്ടുള്ളതാണ്. വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ്. നാടക സിനിമ മേഖലയിലെല്ലാം വലിയ രീതിയിൽ പങ്കാളിത്തമുള്ള ഒരു കുടുംബത്തിൽ നിന്നും എത്തി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ പറയുന്ന ഹരിമുരളിക്കുണ്ട്. അപ്പൂസും കടവാവലും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എത്രയോ നല്ല കഥാപാത്രങ്ങളാണ്. പക്ഷേ ഇന്നിപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ എന്താണ് മരണകാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഉൾപ്പെടെ എത്തി മൃതദേഹം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഈ മൃതദേഹമുള്ളത്. ബന്ധുക്കളെല്ലാം തന്നെ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ കൊച്ചിയിലും അതുപോലെ തന്നെ വിദേശത്തേക്കുമൊക്കെ VFX ആർട്ടിസ്റ്റായിട്ടും അതുപോലെ തന്നെ കഥാകൃത്തൊക്കെ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് തന്നെ വിദേശത്തു നിന്നും കൊച്ചിയിലേക്ക് എത്തി. കൊച്ചിയിലായിരുന്നു പ്രധാനമായും കേന്ദ്രീകരിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത്, പയ്യന്നൂരിലെ വീട്ടിലേക്ക് എത്തിയത്. അതിനിടയിലായിരുന്നു ഇങ്ങനെയൊരു മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ പോലീസ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ മൃതദേഹ പരിശോധന ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ.